ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ പുതിയൊരു ഗാഡ്ജറ്റ് വാങ്ങിയിട്ടുണ്ട്. ആ ഒരു ഗാഡ്ജറ്റാണ് ഞാൻ ഇപ്പോൾ കറൻറ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ഗാഡ്ജറ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇവനാണ് ആ സാധനം, iPhone 17. നമ്മൾ പുതിയൊരു iPhone 17 മേടിച്ചിരിക്കുകയാണ്. നമ്മൾ ലോഞ്ച് ഡേയുടെ അന്നാണ് ഈ സാധനം വാങ്ങിയത്. വൈറ്റ് കളറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ കറൻറ്റ്ലി അതിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഈ ബോക്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ യൂസ് മാനുവലൊന്നുമില്ല. ഈ ഒരു സിം ജെക്കും പിന്നെ ഒരു കേബിളും, ദാറ്റ്സ് ഇറ്റ്. അത് മാത്രമേ ഇതിലുള്ളൂ. അവന്മാർ വീണ്ടും ഇതിൽ പൈസ ലാഭിക്കാൻ നോക്കി. കാരണം യൂസർ മാനുവലൊക്കെ ഐറ്റംസ് ഇങ്ങനെ ഇറക്കി വരുമ്പോഴത്തേനും അതിനും പേപ്പറിനും പ്രിൻറ്റിങ്ങിനും ഇതിനൊക്കെ പൈസ ചിലവല്ലേ. അതാണ് അവസ്ഥ. അതെന്തായിക്കോട്ടെ. സോ ഞാൻ ഈ ഒരു ഐഫോൺ വാങ്ങാനുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഒബ്വിയസ്ലി ഇതിൻ്റെ ഫീച്ചർ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ പോരാത്തതിന് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഓൾറെഡി സാംസങ്ങിലൊക്കെ വന്ന ഫീച്ചറാണ്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ വന്ന ഫീച്ചർ ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ കോണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഒരു ഐഫോൺ വേണമായിരുന്നു. കാരണം നല്ല വീഡിയോസ് എടുക്കാൻ കേട്ടോ, ക്യാമറയിലുപരി ഒരു ഐഫോൺ എനിക്കൊരു അത്യാവശ്യമായിരുന്നു. കാരണം എൻ്റെ കറൻറ്റ്ലി ഉപയോഗിക്കുന്നത് ഈ ഒരു സാംസങ് ഫോണാണ്. ഇതേ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു നോയ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ തന്നെ വൈറ്റ് ഷെയ്ഡ് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ പോലെ തന്നെ 3 years ആയി ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഐഫോൺ വേണമായിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ അത് വാങ്ങിയത്. ഞാൻ ബേസിക്കലി iPhone 16 Pro വാങ്ങാൻ നോക്കിയ ആളാണ്. പിന്നെ ഞാനത് വാങ്ങിയില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച ബഡ്ജറ്റിനേക്കാൾ ഹൈ ആണ് അതിൻ്റെ ടോട്ടൽ നമുക്ക് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്കത് ഓക്കെ എന്ന് കണ്ടപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്ത പ്ലാൻ. എന്നിട്ട് 2 months വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു 17 ഇറങ്ങിയത് കണ്ടത്. 17ൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് ഓക്കെ, ഞാൻ വാങ്ങി. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു 16 Pro നോക്കിയ ആളാണെന്ന്. ഞാൻ 16 ബേസ് മോഡൽ നോക്കിയില്ല. റീസൺ വേറെ ഒന്നല്ല, എനിക്ക് ആ ബേസ് മോഡലിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇഷ്ടമായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ദ റീസൺ എന്ന് പറയുന്നത് ഇതിലടക്കം 120Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് 3 years മുമ്പ് വാങ്ങിയ ഞാൻ ഫോണാണ്, 2022 ജൂലൈ മാസത്തിൽ. ആ ടൈമിൽ വാങ്ങിയ ഫോണടക്കം 120Hz അതിന് മുന്നത്തെ ഫോണിലും ഉണ്ട്. പക്ഷേ ആപ്പിളിൽ ഇതുവരെയായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ ഈ ഒരു 17 സീരീസിൽ ഈ പറഞ്ഞ സാധനം കൊണ്ട് മാറ്റി കൊടുത്തു. അവർ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 120Hz ഡിസ്പ്ലേ എന്നാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമായി. പിന്നെ പോരാത്തതിനും ക്യാമറയിൽ നല്ല അപ്ഗ്രേഡേഷൻ വന്നു. കാരണം ഇവർ മുമ്പ് ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ സീരീസ് വൈസ് ആയിരുന്നു. എന്ന് വെച്ചാൽ 16 തന്നെ പ്രോ സീരീസിന് വേറെ ക്യാമറ, ബേസ് മോഡലിന് വേറെ ക്യാമറ, അങ്ങനെയായിരുന്നു. മീൻസ് ക്യാമറയുടെ മെഗാ പിക്സൽ. പക്ഷേ അവർ 17 വന്നു കഴിഞ്ഞപ്പോൾ അവർ മെഗാ പിക്സൽ 48 മെഗാ പിക്സൽ, മീൻസ് 17 പ്രോയോടും 17ൻ്റെയും ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറയിലും എല്ലാം സെയിം രീതിയിലുള്ള മെഗാ പിക്സലാക്കി. പിന്നെ ആകെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളതല്ല, നോർമലി ഉള്ളത് അത് തന്നെയുള്ളൂ. പ്രോ സീരീസിൽ ടെലിഫോട്ടോ വരുന്നുണ്ട്, പക്ഷേ 17 സീരീസിൽ ടെലിഫോട്ടോ വരുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് ക്യാമറ 18 മെഗാ പിക്സലൊക്കെ ഇൻക്രീസ് ആക്കി കമ്പയർ ടു 16 സീരീസ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഫീച്ചർ എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ഫീച്ചർ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിരുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് ഞാൻ മുമ്പെടുത്ത വീഡിയോ ആണ്. ഇത് കണ്ട ഫോൺ വെർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ വീഡിയോ എടുക്കുന്നത് ഞാൻ ഹൊറിസോണ്ടൽ ലെവലിലാണ്. അപ്പോൾ അതെനിക്ക് നല്ല രീതിയിലൊരു ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറായിപ്പോയി. സെൻട്രൽ സ്റ്റേജ് ക്യാമറ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഇത് ഫ്രണ്ട് ക്യാമറയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ആയാലും ഫോട്ടോയിലും ഇതേ ലെവലിൽ എടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ മാത്രം, ബാക്ക് ക്യാമറയിൽ പറ്റില്ല. പിന്നെ അതുപോലെ ബാറ്ററി കപ്പാസിറ്റി കമ്പയർ ടു 16 Pro ഇത് കുറച്ചും കൂടി ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ടു ബോഡി റേഷ്യോ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 16 Proയുടെ സെയിം ലെവലിലുള്ള ഡിസ്പ്ലേ ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ആണ് ഈ ഒരു 17 വരുന്നത്. പിന്നെ ചാർജിങ് കപ്പാസിറ്റി, ചാർജിങ് നോർമലി ഐഫോണിൻ്റെ മാക്സിമം ഉണ്ടായിരുന്നത് 20 watt ആയിരുന്നു. പക്ഷേ അവർ 17 ഇറങ്ങി കഴിഞ്ഞപ്പോൾ 40 watt ആക്കി. അത് ബേസ് വേരിയൻറ്റിനും പ്രോ വേരിയൻറ്റും സെയിം ലെവലിൽ 40 watt, 30 wattൻ്റെ വയർലെസ് ചാർജിങ്ങും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. പിന്നെ അതുപോലെ തന്നെ സെറാമിക് ഷീൽഡ് 2ൻ്റെ പ്രൊട്ടക്ഷനും അതിൻ്റെ ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് നമ്മുടെ ഡിസ്പ്ലേ ആയാലും എല്ലാം. സോ അതിൻ്റെ അടുത്ത് വരുന്നത് അലുമിനിയം ബോഡിയാണ് നമ്മുടെ ഈ ഒരു ആപ്പിൾ ഡിവൈസിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവർ പറയുന്നത്. ഇത് പ്രോ സീരീസിലേക്ക് വരുമ്പോൾ അവിടെ വേപ്പർ ചേമ്പർ കൂളിംഗ് പറഞ്ഞ സംഭവമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി ഞാൻ പറയണില്ലല്ലോ, ആൻഡ്രോയിഡിൽ ഓൾറെഡി വന്നു കഴിഞ്ഞ സാധനങ്ങളാണ് അവരിപ്പോൾ ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്തോ അത് ഉപയോഗിക്കുന്നവർക്ക് ഗുണമുള്ള കാര്യമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ 17 പ്രോയോ അല്ലെങ്കിൽ പ്രോ സീരീസിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് 17 ബേസ് മോഡൽ എടുത്തത്. ബേസ് മോഡലാണെന്ന് സ്റ്റാർട്ടിങ് വരുന്നത് 256 GB വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയി പോയി അതിൽ. കാരണം 120 എടുക്കുന്നതായിട്ട് ഏറ്റവും ബെറ്റർ 256 ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഒത്തു വന്നൊരു വാല്യൂ ഫോർ
മണി എന്നുള്ള കോൺസെപ്റ്റിൽ വരുന്നൊരു ഫോണാണ് 17 എനിക്ക് തോന്നി. ഞാൻ ഒന്നും നോക്കിയില്ല, ലോഞ്ച് ഡേയുടെ അന്ന് തന്നെ പോയിട്ട് സാധനം വാങ്ങി. നിങ്ങൾക്കും അതുപോലെ സ്റ്റാർട്ടിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ബഡ്ജറ്റ് കൊണ്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ 70 വാങ്ങാം. ഇനി ബഡ്ജറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ പ്രോ സീരീസ് വാങ്ങാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മുടെ പേജ് ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കേ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.